ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനി തന്റെ നിലപാട് അവന്തികയെടുത്ത് പറയാണ്. നീ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പ് പറയാട്ടോ. ഇത് കേൾക്കുന്ന അവന്തികയും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ നന്ദുവിനെ ഒന്നാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ വാഴും, ഈ വീട്ടിൽ നിന്റെ ഭാര്യയായിട്ട് ഞാൻ താമസിക്കും. എനിക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യം. ഇവിടെ ആകുമ്പോൾ എല്ലാവരും പരിചയമുള്ള ആൾക്കാരല്ലേ, വേറൊരു വീട്ടിൽ അങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്നെ തന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിൽക്കുകയാണ് നമ്മുടെ അവന്തിക. ആ സമയത്ത് നമ്മുടെ നയനയും ആദർശം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നയനെ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ അനിയനെ ഉപദേശിക്കാനൊന്നും പോകുന്നില്ല. അവന്തികനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവനെ നിർബന്ധിക്കാൻ പോകുന്നില്ല. നമ്മളെ പോലെ തന്നെ അവനും ഈ ഒരു ലൈഫേ ഉള്ളൂ. അത് അവൻ ജീവിക്കേണ്ടത് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിട്ടാണ്. അല്ലാതെ നമ്മൾ നിർബന്ധിച്ചിട്ടോ മുത്തശ്ശൻ നിർബന്ധിച്ചിട്ടോ ആദർശേട്ടനോ ഞാനോ അതുപോലത്തെ ആദർശേട്ടൻ്റെ അമ്മയോ ആരും നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്റെ ജീവിതം ഒരു പ്രാവശ്യം കുളമായതാണ്. അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വിവാഹം കഴിക്കാനേ നിൽക്കില്ല. ഇപ്പൊ നന്ദു അങ്ങനെ വിവാഹം വേറെ കഴിക്കാത്തോണ്ടാണ് അവൻ ഇപ്പൊ നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പൊ അഥവാ നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ആരെയും വിവാഹം കഴിക്കാതെ ഇങ്ങനെ കാലം കഴിഞ്ഞാന്. അത് കാണുമ്പോഴല്ലേ ആദർശമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകാൻ പോണത്. അതിനേക്കാളും നല്ലത് അനിയും നന്ദും ഒരുമിച്ച് ജീവിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കും എന്ന് നയനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നത്, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവേണ്ട നയനെ, നീ പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അറിയാലോ നമ്മുടെ ജാനകി ചെറിയമ്മയുടെ സ്വഭാവം. അത് മാത്രല്ല നന്ദുവിന്റെ, അതായത് നിന്റെ അച്ഛനും അമ്മയും ഒട്ടും താല്പര്യമില്ല അവളെ ഇവിടെ വിടാനായിട്ട്. അപ്പൊ നയനെ പറയണ്ട, താല്പര്യമില്ലാത്തതിന് കാരണം എന്താണ്? ഇവിടുന്ന് ഇടക്കിടക്ക് ജാനകി ചെറിയമ്മയും അതുപോലെ തന്നെ ജലജാപ്പച്ചി ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ, രണ്ട് പെൺപിള്ളേരെ ഓസിനൂടെ കെട്ടിച്ചു വിട്ടു, മൂന്നാമത്തേനും കെട്ടിച്ചു വിടാൻ പോവാണെന്നൊക്കെ ആ ഒരു ഡയലോഗ് പറഞ്ഞത് കൊണ്ടാണ് അമ്മക്കും അച്ഛനും ആ ഒരു മനസ്സ് മാറ്റം. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചെന്ന് വരും. അപ്പോൾ ആദർശ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് അനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാം. അനി ഉറപ്പിച്ചു പറഞ്ഞ നന്ദു അല്ലാതെ വേറെ ജീവിക്കാൻ പറ്റില്ല, തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ നന്ദുവായിട്ട് മതി, അല്ലെങ്കിൽ തന്നെ വിവാഹത്തിന് നിർബന്ധിക്കുക, അല്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനി പറയുകയാണെങ്കിൽ നമുക്കൊന്നും ആലോചിക്കേണ്ട, നമുക്ക് അനിയുടെ മുഖം മാത്രം ആലോചിച്ചാൽ മതി. അവിടെ ഇപ്പോൾ വേറെ ആരെയും നമ്മൾ ആലോചിക്കേണ്ട. അനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് അനിയുടെ നന്ദുവിന്റെ വിവാഹം നമുക്ക് തന്നെ നടത്തി കൊടുക്കാന്ന് പറയാണ്. നയനെ പറഞ്ഞ ആദർശനെ പറഞ്ഞ സത്യം തന്നെയാണോ? അതെ, സത്യം തന്നെയാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവാട്ടോ നയനക്ക്. അപ്പൊ ഇതെല്ലാം തന്നെ നവ്യ കേൾക്കുന്നില്ല. അപ്പൊ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഞാൻ വിചാരിച്ചത്, ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് എൻ്റെ അനിയത്തിയെ മനസ്സിൽ കാണുന്നത്. നന്ദു കൂടി ഈ വീട്ടിൽ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അനിയൻ്റെ അമ്മ അവരാണ് ഒട്ടും സമ്മതിക്കാത്തത്. മുമ്പ് അവരെന്ത് നല്ല സ്ത്രീയായിരുന്നു, പെട്ടെന്നാണ് അവരുടെ സ്വഭാവം മാറിയത്. കുഴപ്പമില്ല, അവരെ മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കാം. അവന്തികയുടെ സ്വഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മനസ്സ് മാറുമായിരിക്കും. പക്ഷെ അതിന് പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെ അയക്കേണ്ടി വരും ഇനി. കാരണം അവന്തികയുടെ കറക്റ്റായിട്ടുള്ള സ്വഭാവം എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് നവ്യയും വിചാരിക്കുകയാണ്. നന്ദുവിനെ കാണാൻ വേണ്ടി അനി പോകുന്നുണ്ട്. നന്ദുവിനോട് അനി പറയണ്ട്, എല്ലാവർക്കും സംശയം നമ്മളെ രണ്ടുപേരാണ് നന്ദു, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മറ്റേ അനാമികേനെയും അതുപോലെ തന്നെ അനാമികയുടെ അച്ഛനെയും അമ്മേനെയും കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹ നിശ്ചയം മുടക്കിയെന്നാണ് മറ്റുള്ളവർ പറയണെന്ന് പറയുമ്പോൾ ആ പഴി ഞാനും കേൾക്കുന്നുണ്ട് അനിയേട്ട എന്ന് പറയണം. പക്ഷെ നമുക്കറിയാലോ നമ്മൾ രണ്ടുപേരല്ല അത് ചെയ്തേന്ന്. സത്യം പറഞ്ഞു, ഇനി നീ എങ്ങാനും ആണോ? ഞാനൊന്നുമല്ല, അനിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്ക് സംശയം അനിയേട്ടനെയാണ് എന്ന് നന്ദു പറയുമ്പോൾ അനി പറയണ്ടേ, ഒരിക്കലുമില്ല, ഞാൻ അവരെ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാണ്. പിന്നെ നമുക്ക് വേണ്ടി ഈ സഹായം ചെയ്തത് ആരായിരിക്കും? ഇനി ആദർശേട്ടനോ അല്ലെങ്കിൽ നയനയെടുത്തിയാണോ? അവരൊന്നുമല്ല. കാരണം അവന്തികയുടെ എൻ്റെ വിവാഹ നിശ്ചയം നടക്കണമെന്ന് അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, അവന്തികയുടെ മനസ്സ് മാറിയിട്ട് നിൽക്കുകയാണെന്നാണല്ലോ അവരുടെ വിചാരം. അപ്പൊ ആ ഒരു പെൺകുട്ടിനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ ആദർശേട്ടനും നയനയെടുത്തേക്ക് അവരുടെ കൂടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോ വേറെ ആരോ നമ്മളെ സഹായിക്കുന്നുണ്ട്, അതും തറവാട്ടിലുള്ള ആരോ തന്നെയാണ്. കാരണം തറവാട്ടിലുള്ള ഓരോരോ കാര്യങ്ങൾ അയാൾക്കറിയാം. അതുകൊണ്ട് ഇനി ആരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണത്. എനിക്ക് തോന്നുന്നത് നയനയെടുത്ത് തന്നെയായിരിക്കും. നമ്മൾ ആരും അറിയാതെ നയനയെടുത്ത് സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ പുറകെ നിന്ന് സഹായിക്കുന്നുണ്ടാവും. നയനയെടുത്തേക്ക് അങ്ങനെ രണ്ട് തട്ടില് കാല് കുത്തി കളിക്കണ സ്വഭാവം ഒന്നുമില്ല. അങ്ങനത്തെ സ്വഭാവം ഉള്ളത് എൻ്റെ മൂത്ത ചേച്ചിക്ക്, അതായത് നമ്മുടെ നവ്യേച്ചിക്ക് എന്ന് പറയാണ്. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണത്. മറ്റുള്ളവരുടെ മുമ്പിൽ നവ്യെടുത്തി കുറച്ച് ഹാർഷായിട്ടൊക്കെയാണ് സംസാരിക്കണത്, ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്, പൊട്ടിത്തെറിച്ച് സംസാരിക്കും, അബീഡിയ കള്ളത്തരങ്ങൾക്കൊക്കെ കൂട്ടുന്നത് കൂടെ നിൽക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ശരിക്കും നിന്റെ നവ്യെടുത്തി അഭിനയിക്കുകയാണ് നന്ദു.
നീ പറയുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നവ്യേടത്തിനെ ഒന്ന് ശ്രദ്ധിച്ചാലോ? അഥവാ നവ്യേടത്തിയാണ് നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞ ഭാവം കാണിക്കൊന്നും വേണ്ട, പക്ഷെ എന്നാലും ഇതിന്റെ പിന്നിൽ ആരാണ് നമ്മളെ സഹായിക്കണത് നമുക്ക് അറിയേണ്ടത് നന്ദു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അറിയണം അനിയേട്ട എന്ന് നന്ദുവും പറയണം. അങ്ങനെ നന്ദുവും അനിയും കൂടി അതിനു വേണ്ടി പുറപ്പെടുവാട്ടോ, ശരിക്കും ഇവരെ സഹായിക്കണത് ആരാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ നന്ദു ആണെന്നുണ്ടെങ്കിൽ പറയണ്ട്, എനിക്ക് നവ്യേച്ചിനെ അങ്ങനെ അവിടെ വന്നിട്ട് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വന്ന് നിരീക്ഷിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ അനിയേട്ടൻ എന്താ ചെയ്യേണ്ടത്? അനിയേട്ടൻ തറവാടല്ലേ, അപ്പൊ അനിയേട്ടൻ വേണം അവിടെ നിന്നിട്ട് നമ്മുടെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട്. അപ്പൊ അനിയേട്ടനെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും എന്ന് പറയണം. ശരി, അത് ഞാൻ മാക്സിമം ശ്രമിക്കാം എന്ന് അനിയും പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അനി നവ്യേനെ ശ്രദ്ധിക്കാനായിട്ടോ, കാരണം നവ്യ ഭയങ്കര ദുഷ്ടത്തിനെ പോലെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ശരിക്കുവാണോ അതോ അഭിനയമാണെന്ന് അറിയാനായിട്ട് നവ്യയുടെ അടുത്തേക്ക് അനി പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണ്ട്, അതെ, ഞാൻ അവന്തികേനെ വിവാഹം കഴിക്കണതിൽ ഏടത്തിക്ക് എതിർപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ ഏടത്തിക്ക് സന്തോഷമായിരുന്നോ എന്ന് ചോദിക്കുമ്പോ, എനിക്ക് എതിർപ്പായിരുന്നു. കാരണം അവന്തിക നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ, അവളെ നീ വിവാഹം കഴിക്കാൻ എനിക്ക് വല്ല സന്തോഷമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാണ്. ഓ, അങ്ങനെയാണല്ലേ. അല്ല, അഭിയേട്ടൻ തെറ്റ് ചെയ്തില്ലെന്ന് തന്നെയാണോ നവ്യടുത്ത് ഇപ്പോഴും വിശ്വസിക്കണത്? അതായത് ചന്തുമോളുടെ അച്ഛൻ അഭിയേട്ടനാണെന്നൊരു സംസാരം ഉണ്ടല്ലോ, അതിലിപ്പോഴും ഏടത്തിക്ക് എതിർപ്പുണ്ടെന്ന് എനിക്കറിയാം. ഏടത്തി ഇപ്പോഴും അഭിയേട്ടനെ വിശ്വസിക്കുകയാണെന്ന് എനിക്കറിയാം. ശരിക്കും അത് അങ്ങനെ തന്നെയാണോ? നീ എന്തിനാ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കണത്? അല്ല, നിന്റെ സംസാരത്തിൽ എന്തോ വേറെന്തൊരു പന്തികേട് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് നവ്യ പറയുമ്പോ അനി പറയണ്ടേ, അങ്ങനെയൊന്നുമല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ, എനിക്ക് അതിലൊന്നും വലിയ അഭിപ്രായം പറയാനില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവാട്ടോ. അപ്പൊ എനിക്ക് കുറച്ചൊരു സംശയം കൂടുവാണ്, നവ്യ എന്തോ മറയ്ക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിഞ്ഞേ പറ്റുമെന്ന് അനി വിചാരിക്കുകയാണ്. അങ്ങനെ അനി നവ്യയുടെ പുറകെ പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രൈവറ്റ് നമ്പറിന് ഇടയ്ക്കൊക്കെ മെസ്സേജും വരുന്നുണ്ടല്ലോ, അത് നന്ദുവിനെതിരെ ആപത്ത് സംഭവിച്ചാലോ അല്ലെങ്കിൽ തറവാട്ടിൽ ആർക്കെതിരെ ആപത്ത് സംഭവിച്ചാലോ, അതുപോലെ നയനേടത്തിനെ സഹായിക്കാനും കമ്പനീനെ സഹായിക്കാനൊക്കെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് പലപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. ഈ പ്രൈവറ്റ് നമ്പർ ആരുടെയാണെന്നും കണ്ടുപിടിക്കണം. അഥവാ സംശയിക്കുന്ന പോലെ ഇതിനെല്ലാത്തിനും പിന്നെ നവ്യേടത്തിയാണെന്നുണ്ടെങ്കിൽ, നവ്യേടത്തിനെ കൊണ്ട് തോറ്റു, ഒരു രക്ഷയില്ല, നവ്യേടത്തി ഒരേ പൊളി എന്നൊക്കെ അനി വിചാരിക്കുകയാണ്. നവ്യേടത്തി തന്നെ ആവാനാ ചാൻസ്. അത് നന്ദുവിനെ വിളിക്കുന്നുണ്ട്, എടി ഞാൻ നവ്യേടത്തിനെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മൾ സംശയിച്ച പോലെ തന്നെ ശരിയാണെന്നാ തോന്നുന്നത്. നവ്യേടത്തിക്ക് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളിയുണ്ട്. നമ്മളെ സഹായിക്കാൻ വേണ്ടി നവ്യേടത്തി പുറകെ നിന്ന് കളിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നിനക്ക് അങ്ങനെ സംശയമുണ്ടോ? അതേടി, സംശയമുണ്ട്. നവ്യേടത്തിനടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ആവുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നവ്യേടത്തിനെ കുറച്ചുകൂടി ഒന്ന് നിരീക്ഷിക്കാം. അഥവാ നവ്യേടത്തിയാണ് ഇതിനെ പിന്നിലെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടുടാ. പിന്നെ നമ്മുടെ കാര്യത്തിന് വേണ്ടി വേറെ ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല, നവ്യേടത്തി മുമ്പിൽ നിന്ന് നമ്മുടെ വിവാഹം നടത്തി തന്നോളും എന്ന് നന്ദു ഒക്കെ പറയാട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.